ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് പുതിയൊരു ചാപ്റ്ററിലേക്കാണ് പോകേണ്ടത്. ഇന്ന് നമ്മൾ നോക്കുന്നത് വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ ദിവസം റേ ഒപ്റ്റിക്സ് നമ്മൾ ചെയ്തായിരുന്നു ക്വസ്റ്റ്യൻസ് എല്ലാം. ഇനി നമുക്ക് ഇന്ന് തുടങ്ങാനുള്ളത് വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ 1. Brewster's law gives a relationship between angle of polarization and refractive index of the material. Question A. Question A idana state Brewster's law. Brewster's law. Question B. A ray of light is allowed to incident on the surface of a glass plate and it is found that the reflected and refracted rays are mutually perpendicular as shown in the figure. The refracted ray is deviated from its initial path by an angle of 30 degree. Determine the refractive index of the glass plate. അല്ലേ? അപ്പം ഒന്നാമത്തെ ക്വസ്റ്റിനകത്തില് ബ്രൂസ്റ്റേഴ്സ് ലോ ആണ്. അപ്പം നമ്മൾ ഇതിനകത്തില് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് അതുപോലെ തന്നെ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ, ഇന്റർഫറൻസും ഡിഫ്രാക്ഷൻ അതൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പം ബാക്കിയുള്ള പോർഷൻസ് മാത്രമേ ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിലുള്ളൂ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ബ്രൂസ്റ്റേഴ്സ് ലോ. എന്താണ് ബ്രൂസ്റ്റേഴ്സ് ലോ പറയുന്നത്? അതായത് ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് പോളറൈസേഷൻ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതിനെയാണ് ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് വിളിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ളതാണ്. എന്താണ് ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് പോളറൈസേഷൻ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ? അപ്പം ആംഗിൾ ഓഫ് പോളറൈസേഷന്റെ ടാൻ തീറ്റ എടുത്ത റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. ഇതാണ് ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു ലൈറ്റ് റേ ഈ ഒരു ഗ്ലാസ് പ്ലേറ്റിലേക്ക് വന്ന് ഇൻസിഡന്റ് ചെയ്തു, അത് റിഫ്ലക്ട് ചെയ്തു പോയി. ഈ റിഫ്ലക്റ്റഡ് ലൈറ്റും റിഫ്രാക്റ്റഡ് ലൈറ്റും പെർപെൻഡിക്കുലർ ആണ്. റിഫ്ലക്റ്റഡ് ലൈറ്റും റിഫ്ലക്ട് ചെയ്ത ലൈറ്റും റിഫ്രാക്ഷൻ സംഭവിച്ച ലൈറ്റും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റിനകത്ത് ചോദിച്ചതിന് ഡിറ്റർമിൻ ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഗ്ലാസ് പ്ലേറ്റ്. ഇത് ഗ്ലാസ് പ്ലേറ്റ് ആണ്. ഈ ഗ്ലാസ് പ്ലേറ്റിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് പോളറൈസേഷൻ എടുത്ത റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. ഇനി ബ്രൂസ്റ്റേഴ്സ് ലോ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് പോളറൈസേഷൻ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അതായത് റിഫ്ലക്റ്റഡ് റേ കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് ആകുമ്പോഴത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് ആംഗിൾ ഓഫ് പോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ആ സമയത്ത് റിഫ്ലക്റ്റഡ് ലൈറ്റും റിഫ്രാക്റ്റഡ് ലൈറ്റും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് റിഫ്ലക്റ്റഡ് ലൈറ്റും റിഫ്രാക്റ്റഡ് ലൈറ്റും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് പോളറൈസേഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ പി എന്ന് മാർക്ക് ചെയ്യാം. അപ്പം ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ആംഗിൾ പി ആണെങ്കിൽ ഇതും ആംഗിൾ പി തന്നെയായിരിക്കും. ഇനി ക്വസ്റ്റ്യൻ ആദ്യം മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇതാണ് ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷൻ. ഇങ്ങനെ ഇൻസിഡന്റ് ചെയ്ത് ഇങ്ങനെ ബെൻഡ് ചെയ്ത്, അപ്പൊ ഇതാണ് ഡയറക്ഷൻ, വന്ന ഡയറക്ഷൻ ഇതാണ്. ഇതും ഈ റിഫ്രാക്റ്റഡ് റേയും തമ്മിൽ 30 ഡിഗ്രി ഡീവിയേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിച്ചാൽ അതിന്റെ ടാൻ തീറ്റ എടുത്താൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ ഈ പി എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. നമുക്ക് അതിനൊരു വഴി നോക്കാം. അതായത് നിങ്ങൾ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ആംഗിൾ നോക്കുക. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അപ്പൊ ഇവിടെ 180 ഡിഗ്രി ആയിരിക്കും അല്ലെ? 180 ഡിഗ്രി ആയിരിക്കും. ഇനി നിങ്ങൾ ഇവിടെ നോക്കുക, ഇതും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് 90 ഡിഗ്രി ആയിരിക്കും എന്ന് ഉറപ്പാണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് 30 പോയാൽ ബാക്കി ഇത്രയും പോർഷൻ 60 ഡിഗ്രി ആയിരിക്കും. ഇത്രയും പോർഷൻ എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും അല്ലെ? അപ്പം ഇത്രയും പോർഷൻ 60 ഡിഗ്രി ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെ 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് 60 പോയാൽ ബാക്കി ഇത് എത്ര ആയിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത്രയും 120 ഡിഗ്രി ആയിരിക്കും. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം അറിയാം, ആംഗിൾ ഓഫ് ഇൻസിഡന്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആണ്. രണ്ടും ആംഗിൾ ഓഫ് പോളറൈസേഷൻ തന്നെയാണ്. അപ്പൊ രണ്ടും ആഡ് ചെയ്യുമ്പോഴാണ് ഈ 120 കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ പി പ്ലസ് പി, ഇതാണ് 120 കിട്ടുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്നത് 120/2 ആയിരിക്കും അല്ലെ? 120/2 അല്ലെങ്കിൽ 2p is equal to 120. അപ്പം p is equal to 120/2. അപ്പൊ 60 ഡിഗ്രി ആണ് ആംഗിൾ ഓഫ് പോളറൈസേഷൻ അല്ലെ? അപ്പൊ ആംഗിൾ ഓഫ് പോളറൈസേഷൻ നമുക്ക് കിട്ടി. എത്രയാണ്? 60 ഡിഗ്രി. ഇനി ഉറപ്പായി, അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം ബ്രൂസ്റ്റേഴ്സ് ലോ ഉപയോഗിച്ചിട്ട്. ടാൻ പി is equal to റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പം ടാൻ 60 is equal to n. അപ്പൊ n is equal to ടാൻ 60യുടെ വാല്യൂ √3 എന്നാണ് അല്ലെ? അപ്പൊ √3 നമ്മൾ എഴുതുക, അല്ലെങ്കിൽ 1.732 അല്ലെ? √3യുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കാൽക്കുലേറ്റർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കറിയാം 1.732 ആണ് √3യുടെ വാല്യൂ. അപ്പൊ അത് അങ്ങോട്ട് എഴുതുക. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും ഫോക്കസ് ഏരിയ വിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം, എന്നാലും ഒന്ന് നോക്കി വെക്കുക, നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്നതാണ്. വാട്ട് ഡു യു ഒബ്സർവ് വെൻ എ സോപ്പ് ബബിൾ ഓർ തിൻ ലെയർ ഓഫ് ഓയിൽ ഓൺ വാട്ടർ ഈസ് ഇല്യൂമിനേറ്റഡ് ബൈ വൈറ്റ് ലൈറ്റ്? വൈ? അതായത് നമ്മൾ ഈ സോപ്പ് ബബിളില് അല്ലെങ്കിൽ നമ്മൾ വാട്ടറിലൊക്കെ ഓയിൽ വീഴത്തില്ല, അപ്പൊ അതിലേക്കൊക്കെ ലൈറ്റ് വന്ന് വീഴുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ ആദ്യം ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം എന്താണ് നമുക്ക് കാണാം, സോപ്പ് ബബിളിൽ എന്ത് കാണാം? 7 കളേഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് കളേഴ്സ് ഫോം ചെയ്യുന്നതായിട്ട് കാണാം. സോപ്പ് ബബിളിൽ ഡിഫറെന്റ് കളേഴ്സ് ഫോം ചെയ്യുന്നതായിട്ട് കാണാം അല്ലേ. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ, സോപ്പ് ബബിളിൽ ഡിഫറെന്റ് കളേഴ്സ് ഫോം ചെയ്യും. എന്തുകൊണ്ടാണ് ഇതെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇന്റർഫറൻസ് ആണ്. എന്താണ് ഇതിന് കാരണം? എന്താണ്? ഇന്റർഫറൻസ്. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കണം, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. സോപ്പ് ബൗളിൽ കളേഴ്സ് കാണാൻ കാരണം ഇന്റർഫറൻസ് ആണ്. അതായത് ഇപ്പൊ ഇതൊരു സോപ്പ് ബൗൾ ആണെങ്കിൽ അല്ലെ, അപ്പൊ ഈ സോപ്പ് ബൗളിന് 2 ലെയർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ ഈ ലെയറിൽ തട്ടി വരുന്ന ലൈറ്റും അതിന്റെ താഴത്തെ ലെയറിൽ തട്ടി വരുന്ന ലൈറ്റും തമ്മിൽ ഇന്റർഫിയർ ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെയാണ് ഈ കളേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ സോപ്പ് ബൗളിൽ കളേഴ്സ് കാണാൻ കാരണം ഇന്റർഫറൻസ്, ഓർത്ത് വെക്കുക. അടുത്ത നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: വേവ് ഫ്രണ്ട് ഈസ് എ കോൺസെപ്റ്റ് ഓഫ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹൈഗൻസ് ടു എക്സ്പ്ലെയിൻ വേരിയസ് ഒപ്റ്റിക്കൽ ഫിനോമിന. Question A. What type of wavefront will emerge from 1. A point source and 2. Distant source of light? Question B. A plane wavefront is incident normally on a convex lens. Catch the refractor wavefront. അല്ലേ. അപ്പം ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പറയാം, ഹൈഗൻസ് പ്രിൻസിപ്പിൾ. എന്താണ് ഈ വേവ് ഫ്രണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാവോ? അതായത് ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യുന്ന പോയിന്റുകളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് പോയി അല്ലെ, അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കല്ലിട്ടു, അപ്പം ഇങ്ങനെ വെള്ളം ഉയരുകയും താഴുകയും ചെയ്യുന്ന കാണാം അല്ലെ. ഇങ്ങനെ ഉയരും, ചിലയിടത്ത് അല്ലെ ഉയരും താഴും. ഇങ്ങനെ ഉയർന്നിരിക്കുന്ന പോർഷൻ എല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഒരു വെള്ളത്തിലൊരു വട്ടം കാണും, ശ്രദ്ധിച്ചിട്ടുള്ളതല്ലേ. അതുപോലെ താഴ്ന്നിരിക്കുന്ന പോർഷൻ എല്ലാം കൂടെ ചേർന്ന് ഒരു വട്ടം കാണും. അങ്ങനെ കുറെ വട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ, കുറെ വൃത്തങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം വേവ് ഫ്രണ്ടുകളാണ് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് ചേരുന്നവരെല്ലാം ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യുന്നത്, അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന ലൈൻ, അല്ലെങ്കിൽ താഴേക്ക് പോകുന്നവരെല്ലാം കൂടെ ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യുന്നത്, അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന ലൈൻ. അപ്പം ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യുന്ന പോയിന്റുകളെ ചേർത്ത് വരയ്ക്കുന്ന ലൈനെയാണ് വേവ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സോഴ്സിൽ നിന്നും നമ്മൾ വേവ് ഫ്രണ്ട് മാത്രമേ വരയ്ക്കത്തുള്ളൂ, അതിനെയാണ് വേവ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി അപ്പം ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വേവ് തിയറി, അല്ലെങ്കിൽ വേവ് തിയറി എന്ന് പറഞ്ഞാൽ ഹൈഗൻസ് പ്രിൻസിപ്പിൾ അതിന്റെ ബേസ് എന്ന് പറയും. നമ്മുടെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഫ്രണ്ട് വിൽ എമർജ് ഫ്രം എ പോയിന്റ് സോഴ്സ്? ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് എങ്ങനത്തെ വേവ് ഫ്രണ്ട് ആണ് വരുന്നത്? ഒരു പോയിന്റ് സോഴ്സിൽ നിന്നും ഇങ്ങനെ സ്പെറിക്കൽ, സർക്കുലർ അല്ല സ്പെറിക്കൽ, ഒരു 3 ഡയമെൻഷൻ പിക്ചർ നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആണ് എന്തിൽ നിന്നും വരുന്നത്? ഒരു പോയിന്റ് സോഴ്സിൽ നിന്നും വരുന്നത്. പോയിന്റ് സോഴ്സ് സ്പെറിക്കൽ വേവ് ഫ്രണ്ട് അല്ലെ. സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആണ് പോയിന്റ് സോഴ്സിൽ നിന്നും വരുന്നത്. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റന്റ് സോഴ്സ് ഓഫ് ലൈറ്റ്, ദൂരെയുള്ള ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നും വരുന്ന വേവ് ഫ്രണ്ട് എങ്ങനെയാണ്? നമുക്കറിയാം, ദൂരെയുള്ള ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നും പാരലൽ ബീം ഓഫ് ലൈറ്റ് ആണ് വരുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ വേവ് ഫ്രണ്ട് കിട്ടും. ഉണ്ടോ? ഇത് ലൈറ്റ് റേ ആണ്, അതിന് പെർപെൻഡിക്കുലർ വരച്ചാൽ ഇതൊരു വേവ് ഫ്രണ്ട്, ഇതൊരു വേവ് ഫ്രണ്ട്, അങ്ങനെയാണ് വേവ് ഫ്രണ്ട് വരുന്നത്. അപ്പോഴങ്ങനെയാണെങ്കിൽ ഒരു ഡിസ്റ്റന്റ് സോഴ്സിൽ നിന്നും വരുന്നത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. എന്തായിരിക്കും? പ്ലെയിൻ വേവ് ഫ്രണ്ട് അല്ലെ. ഡിസ്റ്റന്റ് സോഴ്സിൽ നിന്നും പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും വരുന്നത്. ഇനി ഇതിന്റെ ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബി ക്വസ്റ്റ്യൻ ഇതാണ്: എ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഈസ് ഇൻസിഡന്റ് നോർമലി ഓൺ എ കോൺവെക്സ് ലെൻസ്. സ്കെച്ച് ദി റിഫ്രാക്റ്റീവ് വേവ് ഫ്രണ്ട് അല്ലെ. അതായത് ഒരു കോൺവെക്സ് ലെൻസിൽ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിഫ്രാക്റ്റീവ് വേവ് ഫ്രണ്ട് വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ അല്ലെ. ടെക്സ്റ്റിനകത്തിലുള്ളതാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കറിയാം, ഒരു ലെൻസിലേക്ക്, ഇതൊരു കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഇങ്ങനെ പാരലൽ ബീം ഓഫ് ലൈറ്റ് ലെൻസിലേക്ക് വരും. ഈ ബീമിന് പെർപെൻഡിക്കുലർ വരച്ചാൽ വേവ് ഫ്രണ്ട് കിട്ടും. അപ്പൊ ഇതൊരു വേവ്, ഇതാണ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. നമുക്കറിയാം, ഒരു കോൺവെക്സ് ലെൻസ് ലൈറ്റിനെ ഇങ്ങനെ കൺവേർജ് ചെയ്യിപ്പിക്കും അല്ലെ. ഇത് റേസ് ആണ് വരച്ചിരിക്കുന്നത്. അപ്പൊ വേവ് ഫ്രണ്ട് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരും, അല്ലെങ്കിൽ വേവ് ഫ്രണ്ട് പെർപെൻഡിക്കുലർ ആണ് റേസ്. അപ്പൊ ഇങ്ങനെ ലൈറ്റിനെ കൺവേർജ് ചെയ്യിപ്പിക്കും. മറ്റൊരു രീതി പറഞ്ഞാൽ ഇങ്ങനെ ഒരു വേവ് ഫ്രണ്ട്, ഇതാണ് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ഈ വേവ് ഫ്രണ്ട് വന്നിരിക്കുമ്പോൾ നമുക്കറിയാം ഇതിന്റെ സെന്റർ തിക്നെസ് കൂടുതലാണ്. അപ്പൊ അവിടെ കൂടെ
ലൈറ്റിന് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ സെന്റർ പോർഷൻ പിന്നിലായി പോകും. ഈ രണ്ട് എഡ്ജിനും തിക്നെസ് കുറവാണ്. തിക്നെസ് കുറവുള്ളിടത്തൂടെ ലൈറ്റ് സ്പീഡിൽ പോകും. അപ്പം ഇതൊരു വേവ് ഫ്രണ്ട് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഈ എൻഡും ഈ തിക്നെസ് കുറഞ്ഞ ഭാഗത്തൂടെ കടന്നു പോകും. അതുകൊണ്ട് പെട്ടെന്ന് അവർ അപ്പുറത്തില്ല, കണ്ടോ, അവര് മുന്നിലാവും. പക്ഷെ സെന്റർ പോർഷൻ പിന്നിലായി പോകും. അതാണ് ഇങ്ങനെ വളഞ്ഞു വരുന്നത്, അല്ലെ? അപ്പൊ ഇതാണ് ഇതിന്റെ ആക്ഷൻ. അപ്പം ഇതുപോലെ തന്നെ ഒരു പ്രിസത്തിലെ വേവ് ഫ്രണ്ടിന്റെ ആക്ഷൻ, മിററിലേതും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം നിങ്ങൾ വരച്ചു പഠിച്ചോണം. ടെക്സ്റ്റിനകത്തിലുള്ളതാണ്, അതെല്ലാം വരച്ചു പഠിച്ചോണം. ഈ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഓരോ മിററിലെ, കോൺവെക്സ് ലെൻസിലെ, പ്രിസത്തിലൊക്കെ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ടന്റ് വേവ് ഫ്രണ്ട് വരയ്ക്കാനുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോണം. ഇതൊരു കോൺകേവ് വേവ് ഫ്രണ്ട് ആണ്. അപ്പോൾ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് കോൺവെക്സ് ലെൻസിൽ ഇരിക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺകേവ് വേവ് ഫ്രണ്ട് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആൻസർ. അടുത്തായിട്ട് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫിഗർ ഗിവൺ ബിലോ ഷോസ് ദി അറേഞ്ച്മെന്റ് ടു ടെസ്റ്റ് ദി പോളറൈസേഷൻ ഓഫ് ലൈറ്റ് വേവ്. Draw a graph showing the angular dependence of intensity of transmitted light, transmitted plane polarized light with a second Polaroid P2. അല്ലേ? അതായത് ഒരു പോളറൈസർ, ഇപ്പൊ നമുക്കറിയാം പോളറൈസറിന്റെ പാസാക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വൈബ്രേഷൻസ് കട്ട് ചെയ്ത് കളയും. അപ്പൊ ഇതൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. രണ്ട് ഡയറക്ഷൻ വൈബ്രേഷൻ ഉണ്ട്, വരയുണ്ട്, കുത്തുണ്ട്, രണ്ട് ഡയറക്ഷൻ വൈബ്രേഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വേവ് ഒരു പോളറോയിഡിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഡയറക്ഷനിലെ വൈബ്രേഷൻ കട്ടാവും. ഇപ്പം കണ്ടോ, ഒരു പ്ലെയിനിൽ മാത്രമേ വൈബ്രേഷൻ ഉള്ളൂ, വര മാത്രമേ ഉള്ളൂ, ഡോട്ടില്ല, അല്ലേ? അതിന് പാരലായിട്ട് തന്നെയാണ് അടുത്ത പോളറോയിഡ്. അതുകൊണ്ട് ഇതേ വൈബ്രേഷൻസ് അതിനകത്തൂടെ ഈസി ആയിട്ട് പാസ് ചെയ്തു പോകും, അല്ലെ? നമുക്കിതിനെ ഫസ്റ്റ് പോളറോയിഡിനെ പോളറൈസർ എന്നും രണ്ടാമത്തെ പോളറൈസറിനെ അനലൈസർ എന്നുമാണ് വിളിക്കുന്നത്, അല്ലെ? അപ്പോൾ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് കടന്നു പോയി കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഒരു പ്ലെയിനിലെ വൈബ്രേഷനെ കാണത്തുള്ളൂ, അല്ലെ? നമ്മളെ ലോ ഓഫ് മാലസ് എന്ന് പറഞ്ഞൊരു ലോ ഉണ്ട്. അതായത് ഒരു പോളറൈസർ ഇങ്ങനെ വെച്ചിരിക്കുന്നു, മറ്റൊരു പോളറൈസർ ഇങ്ങനെ വെച്ചിരിക്കുന്നു. രണ്ടാമത് വെക്കുന്ന ആളെ അനലൈസർ എന്നാണ് വിളിക്കുന്നത്. ഇത് പോളറൈസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ആള്. ഇതിന്റെ രണ്ടിന്റെയും പാസാക്സ് പാരൽ ആണെങ്കിൽ ഇപ്പുറത്ത് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി മാക്സിമം ആയിരിക്കും. നമ്മളിതിങ്ങനെ കറക്കി കഴിയുമ്പോൾ അപ്പുറത്ത് വരുന്ന ഇന്റൻസിറ്റി കുറഞ്ഞു വരും. ഇങ്ങനെ വരുമ്പോൾ ഒട്ടും ഇന്റൻസിറ്റി അപ്പുറത്ത് വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 90 ആകുമ്പോൾ പുറത്ത് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി 0 ആയിരിക്കും. അപ്പൊ അതാണ് ലോ ഓഫ് മാലസ് പറയുന്നത്. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഫ്രം അനലൈസറിൽ നിന്നും പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഈ അനലൈസറിനും പോളറൈസിനും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയുടെ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പ്രപ്പോർഷണൽ ആണ്. ഇതിനെയാണ് ലോ ഓഫ് മാലസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കും? ലോ ഓഫ് മാലസ്. ലോ ഓഫ് മാലസ്. അപ്പൊ ഈ പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിയും ആംഗിളിനനുസരിച്ചുള്ള വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫാണ് നമുക്ക് ഇപ്പോൾ വേണ്ടത്, അല്ലെ? അപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം, ഇത് രണ്ടും പാരൽ ആണെങ്കിൽ ഇതിനിടയ്ക്കുള്ള ആംഗിൾ 0ഉം ഇപ്പുറത്ത് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി മാക്സിമം ആയിരിക്കും. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ, എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണെങ്കിൽ പുറത്ത് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി 0 ആണെങ്കിൽ, കാരണം കോസ് 90 0 അല്ല, അതുകൊണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രാഫ് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം. ഇവിടെ ഇന്റൻസിറ്റി, ഇവിടെ ആംഗിൾ, അല്ലെ? അപ്പം രണ്ടും പാരൽ ആകുമ്പോൾ ആംഗിൾ തീറ്റ 0. ആംഗിൾ തീറ്റ 0 ആകുമ്പോൾ മാക്സിമം ഇന്റൻസിറ്റി ആയിരിക്കും. ഇതിങ്ങനെ കറക്കി ഇങ്ങനെ ആക്കുമ്പോൾ 90 ആകുമ്പോൾ 0. 90 ആകുമ്പോൾ ഇന്റൻസിറ്റി 0, അല്ലെ? പിന്നെ നമ്മൾ വീണ്ടും കറക്കുക, വീണ്ടും കറങ്ങി 180 ആകുമ്പോൾ വീണ്ടും ഇതിന് പാരലാവും. അപ്പം വീണ്ടും മാക്സിമം വരും. അപ്പം 180ക്ക് വീണ്ടും മാക്സിമം, അല്ലെ? ഇങ്ങനെ ഇരിക്കുന്നു. വീണ്ടും നമ്മളത് കറക്കി ഒരു 90യും കൂടെ കറക്കി 270 ആകുമ്പോൾ പിന്നെയും 0 വരും. 270, പിന്നെ ഇന്റൻസിറ്റി 0. ഇനിയും ഒരു 90യും കൂടെ കറക്കി എത്ര ആവും? 360 ആവും. അപ്പൊ ഇന്റൻസിറ്റി വീണ്ടും മാക്സിമം. നമ്മൾ കോസിന്റെ ഗ്രാഫാണ് ശരിക്കും വരച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞത്. ഇപ്പം ഇത് ഒരു ഇത് പോളറൈസറും ഇത് അനലൈസറും ആണെങ്കിൽ നമ്മൾ പോളറൈസറിനെ ഇങ്ങനെ കറക്കുന്നു. അപ്പൊ ഇതിന്റെ പാസാക്സ് നമ്മൾ ആംഗിൾ 90, അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ രണ്ടും പാരൽ ആയതുകൊണ്ട് ഇന്റൻസിറ്റി മാക്സിമം. രണ്ടും പെർപെൻഡിക്കുലർ ആകുമ്പോൾ ആംഗിൾ 90, അപ്പോൾ ഇന്റൻസിറ്റി 0. പിന്നെയും കറങ്ങി, ഇപ്പോൾ 180 ഡിഗ്രി കറങ്ങി പാരലായി, അതുകൊണ്ട് ഇന്റൻസിറ്റി മാക്സിമം. പിന്നെ ഒരു 90 കറങ്ങിയ 270 ആവും, രണ്ടും പെർപെൻഡിക്കുലർ ആയി, ഇന്റൻസിറ്റി 0, അല്ലെ? പിന്നെയും കറങ്ങി 360 ഡിഗ്രി കറങ്ങി, അപ്പം വീണ്ടും പാരലായി, ഇന്റൻസിറ്റി മാക്സിമം. ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഇതിന്റെ അതായത് ലൈറ്റിനെ നമുക്ക് പോളറൈസ് ചെയ്യാൻ പറ്റും. അപ്പം ലൈറ്റിനെ പോളറൈസ് ചെയ്യാൻ പറ്റുന്നത് ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ് ആയതുകൊണ്ടാണ്. അപ്പം ചിലപ്പോഴൊക്കെ എക്സാമിന് ചോദിക്കാവുന്നതാണ് ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റി എഴുതി വെച്ചാൽ മതി.
അതായത് ഒരു പോളറോയിഡ് ഉപയോഗിച്ച് ഒരു പോളറൈസറോ അനലൈസറോ ഉപയോഗിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ലൈറ്റിനെ പോളറൈസ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കും. ട്രാൻസ്വേഴ്സ് വേവിനെ മാത്രമേ പോളറൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ് അല്ലേ. കാരണം ഇപ്പുറത്ത് നമ്മൾ ഈ രണ്ട് പോളറൈസറും അനലൈസറും പെർപെൻഡിക്കുലർ ആകുമ്പോൾ അപ്പുറത്ത് ഒട്ടും ലൈറ്റ് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് വരുന്ന ലൈറ്റ് കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് ആണ് അല്ലേ. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ലൈറ്റ് പോളറൈസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ ഒരു പോളറോയിഡ് അതിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ കറക്കി നോക്കിയാൽ മതി. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഒരു പർട്ടിക്കുലർ ആംഗിളിൽ മാക്സിമവും ഒരു പർട്ടിക്കുലർ ആംഗിൾ 0 ആണെങ്കിൽ വന്ന ലൈറ്റ് കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. ഇനി ഒരു പർട്ടിക്കുലർ ആംഗിളിൽ മാക്സിമം ഒരു പർട്ടിക്കുലർ ആംഗിളിൽ മിനിമം 0 ആകുന്നില്ലെങ്കിൽ അത് പാർഷ്യലി പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. അപ്പോൾ ഒരു ഒരു ലൈറ്റിനെ അല്ലെങ്കിൽ ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആയതുകൊണ്ടാണ് നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, പോളറൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ലൈറ്റ് ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് പോളറൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ ഉപയോഗിച്ചാണ്. അടുത്ത നമ്മുടെ 5th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: unpolarized light is incident on a plain glass surface. What should be the angle of incidence so that the reflected ray and refracted ray are perpendicular to each other? Given n is equal to 1.5 അല്ലേ. അതായത് ഒരു ലൈറ്റ് ഗ്ലാസ് സർഫസിൽ വന്നിടിച്ചു, അതായത് കുറച്ച് ലൈറ്റ് റിഫ്രാക്ട് ചെയ്തു പോയി. ഈ റിഫ്രാക്റ്റഡ് ലൈറ്റും റിഫ്ലക്റ്റഡ് ലൈറ്റും പെർപെൻഡിക്കുലർ ആണ് അല്ലേ. അതായത് റിഫ്ലക്റ്റഡ് ലൈറ്റും റിഫ്രാക്റ്റഡ് ലൈറ്റും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അല്ലേ, നമുക്ക് അറിയാം, അതായത് നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ആംഗിൾ ഓഫ് പോളറൈസേഷൻ ആയിരിക്കും. അതാണ് ബ്രൂസ്റ്റേഴ്സ് ലോയ്ക്കകത്ത് പറയുന്നത് അല്ലേ. അപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റും റിഫ്രാക്റ്റഡ് ലൈറ്റും പെർപെൻഡിക്കുലർ ആണെങ്കിൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ ഓഫ് പോളറൈസേഷൻ ആയിരിക്കും പി അല്ലേ. അപ്പോൾ ഈ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വന്നിട്ടുണ്ട് 1.5 അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം n is equal to 1.5 അല്ലേ. ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് വാട്ട് ഷുഡ് ബി ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് പോളറൈസേഷൻ ആണ്, അത് കണ്ടുപിടിക്കണം. നമുക്ക് ബ്രൂസ്റ്റേഴ്സിലും അറിയാം അല്ലെ. എന്താണ് പറഞ്ഞേക്കുന്നത്? tan p is equal to n. Tangent of angle of polarization is equal to refractive index. അപ്പൊ അങ്ങനെയാണെങ്കിൽ tan p is equal to n ന് പകരം refractive index 1.5. അപ്പം p എന്തായിരിക്കും? tan inverse 1.5 അല്ലേ. അപ്പൊ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. tan inverse 1.5 എന്ന് പറഞ്ഞാൽ 56.3 ഡിഗ്രിയാണ്. 56.3 ഡിഗ്രി. ഇതാണ് tan inverse 1.5. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്രൂസ്റ്റേഴ്സ് ലോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നമ്മുടെ 6th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദി ഷേപ്പ് ഓഫ് ദി വേവ് ഫ്രണ്ട്. ക്വസ്റ്റ്യൻ എ: ദി ഷേപ്പ് ഓഫ് ദി വേവ് ഫ്രണ്ട് ഒറിജിനേറ്റിംഗ് ഫ്രം എ ട്യൂബ്ലൈറ്റ് ഈസ് പ്ലെയിൻ, സർക്കുലർ, സിലിണ്ടറിക്കൽ, സ്പെറിക്കൽ. ക്വസ്റ്റ്യൻ ബി: give Huygens principle with the help of a ray diagram. Prove the law of reflection. അപ്പം ക്വസ്റ്റ്യൻ എ ഇതാണ്. അതായത് ഷേപ്പ് ഓഫ് എ വേവ് ഫ്രണ്ട് ഒറിജിനേറ്റിംഗ് ഫ്രം എ ട്യൂബ്ലൈറ്റ്. ഒരു ട്യൂബ്ലൈറ്റിൽ നിന്നും പുറത്തു വരുന്ന വേവ് ലെങ്തിന്റെ ഷേപ്പ് എന്താണ്? അതായത് ടെക്സ്റ്റിനകത്തുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ഒരു ട്യൂബ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലീനിയർ സോഴ്സ് ആണ് അല്ലെ. അതായത് ഇങ്ങനെ ലീനിയർ ഷേപ്പിലിരിക്കുന്ന ഒരു സോഴ്സ് ആണ് നമ്മുടെ ട്യൂബ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ട്യൂബ്ലൈറ്റിൽ നിന്നും ലീനിയർ സോഴ്സിൽ നിന്നും ഇങ്ങനെ ലൈറ്റ് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ വേവ് ഫ്രണ്ടിനെ കണക്ട് ചെയ്താൽ ഒരു സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും കിട്ടുന്നത്. എന്തായിരിക്കും? സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും കിട്ടുന്നത് അല്ലെ. അപ്പം നമ്മുടെ ഓപ്ഷനകത്തില് ക്വസ്റ്റ്യൻ ഓപ്ഷൻ 3 സിലിണ്ടറിക്കൽ. സിലിണ്ടറിക്കൽ അതാണ് ആൻസർ. ഇതിനോടുള്ള ക്വസ്റ്റ്യൻ ബി നോക്കാം. വളരെ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Give Huygens principle with the help of a ray diagram. Prove the law of reflection. അല്ലെ. അതായത് ലോ ഓഫ് റിഫ്ലക്ഷൻ നമ്മുടെ ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാൻ നമുക്ക് ടെക്സ്റ്റിനകത്തുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പോൾ അതുപോലെ ഹൈഗൻസ് പ്രിൻസിപ്പിളും പറയണം. ഹൈഗൻസ് പ്രിൻസിപ്പിൾ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. അപ്പം എവരി പോയിന്റ് ഓൺ എ വേവ് ഫ്രണ്ട് act as the source of secondary disturbance. From these points, secondary waves propagate in all direction with same velocity as the original wave. അതിനെയാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത് അല്ലെ. ഒരു വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും വേറെ ലൈറ്റിന്റെ സോഴ്സ് ആയിട്ട് പ്രവർത്തിച്ചിട്ട് ആ സോഴ്സിൽ നിന്നും ലൈറ്റ് പഴയ വെലോസിറ്റി പോകും ഇല്ലേ. ഇതിപ്പം ഒരു വേവ് ഫ്രണ്ട് ആണ്. ഇപ്പൊ എസ് എന്ന് പറയുന്ന ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള ഒരു വേവ് ഫ്രണ്ട് ആണെന്ന് വെക്കുക. ഇതിലെ ഓരോ പോയിന്റും നമുക്ക് അതിനെ ഒരു S1 ഒരു സോഴ്സ്, S2 മറ്റൊരു സോഴ്സ്, S3 മറ്റൊരു സോഴ്സ്, S4 മറ്റൊരു സോഴ്സ്, ഇങ്ങനെ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റിൽ നിന്നും വരുന്ന ഒരു വേവ് ഫ്രണ്ട്, അതിലെ ഓരോ പോയിന്റും വേറെ വേറെ ബൾബുകളെ പോലെ പ്രവർത്തിക്കാം.
എന്നിട്ട് ഈ ബൾബിൽ നിന്ന് ഇതിൽ നിന്ന് ലൈറ്റ് വന്ന പോലെ ഇങ്ങനെ പല ഡയറക്ഷനിലേക്ക് ലൈറ്റ് പോകാം. അപ്പൊ ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ അടുത്ത വേവ് ഫ്രണ്ട് കിട്ടും. ഉണ്ടോ? ഇതിനെയാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ വേവ് ഫ്രണ്ടിന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ റേ കിട്ടും. ഇവിടെ പെർപെൻഡിക്കുലർ വെച്ചാൽ അവിടുത്തെ റേ കിട്ടും. അപ്പൊ ഇതിനെയാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൂഫാണ് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ഒരു ഡയഗ്രാം വരയ്ക്കണം. ഇതൊരു മിററാണ്. മിററിലൊരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്തു. സാധാരണ ഒരു ലൈറ്റ് റേ അത് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തു പോകും അല്ലെ. ഇത് നമ്മുടെ നോർമലാണ്. നോർമൽ അല്ലെ. ഇത് സാധാരണ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഇത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഇങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി വേവ് ഫ്രണ്ട് വരയ്ക്കണമെങ്കിൽ നമ്മൾ ഒരു റേയും കൂടെ വരയ്ക്കും. ഇതിന് പാരലായിട്ട് ഒരു റേയും കൂടെ നമ്മൾ ഇവിടെ വരയ്ക്കുക. 2 റേസ് വരച്ചു. ഇനി ആദ്യം വന്ന് ഇടിച്ചത് ഇവിടെ അല്ലേ. അപ്പൊ ഈ 2 റേസ് കൂടെ വന്ന് ഇടിച്ചു. ആദ്യം ഇവിടെയാണ് ഇടിച്ചത്. അപ്പൊ ഈ ഇടിച്ചെടുത്ത് അപ്പുറത്തോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് കിട്ടും. അതാണ് എ ബി. ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് എ ബി അല്ലെ. ഇനി അവസാനം ഇടിച്ച ഇവിടെ അല്ലേ, അവിടുന്ന് അപ്പുറത്തെ റേ അല്ലെ, ഈ റിഫ്ലക്ട് ചെയ്ത് പോയ റേ, അതായത് ഈ അവസാനം ഇടിച്ചെടുത്തു ഇപ്പുറത്തോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് കിട്ടും സി ഡി. ഇനി അതായത് ഒരു അല്ലെങ്കിൽ വേവ് തിയറിയിൽ ഇപ്പൊ ഇങ്ങനെ ഒരു വേവ് ഫ്രണ്ട് വന്ന് ഇടിച്ചു അല്ലെ. അപ്പൊ ഇവിടെ ആദ്യം ഇടി നടന്നു. അപ്പൊ ഈ ഭാഗം ആദ്യം റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പം പിന്നാണ് ഇവിടെ ഇടി നടക്കുന്നത്. പിന്നാണ് ഈ ഭാഗം റിഫ്ലക്ഷൻ നടക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തു പോകും. ഇതാണ് അതിന്റെ കേസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇൻസിഡന്റ് വേവ് ഫ്രണ്ടിനും ഈ സർഫസിനും ഇടയ്ക്കുള്ള ആംഗിളിനെ നിങ്ങൾക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി എടുക്കാം അല്ലെ. അതുപോലെ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടിനും സർഫസിനും ഇടയ്ക്കുള്ള ആംഗിളിനെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർന്നും എടുക്കും അല്ലെ. ഇനി നമ്മൾ ഈ 2 ട്രയാങ്കിൾസ് ഇവിടെ ഉണ്ട്. ഒന്ന് ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ, പിന്നെ ട്രയാങ്കിൾ എ സി ഡി, ട്രയാങ്കിൾ എ സി ഡി. ഈ 2 ട്രയാങ്കിളും കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ്. കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ആംഗിൾ, അതായത് ആംഗിൾ ബി എ ഡി സീക്വൽ ടു അല്ലെ. അപ്പൊ ഈ കോമൺ ആയിട്ട് വരുന്നത് അതായത് ബി എ ഡി, അതുപോലെ ആംഗിൾ സി ഡി എ അല്ലെ. അപ്പൊ 2നും പാർട്ടായിട്ട് വരുന്ന പോയിന്റ് ഉണ്ട് കേട്ടോ. രണ്ടിനെയും കൂട്ടിമുട്ടുന്ന പോയിന്റ് അല്ലെ. ഈ 2 ഇടത്തും കൂട്ടിമുട്ടുന്നതാണ് ഈ കോർണർ. അതുപോലെ ഈ 2 ട്രയാങ്കിളിലും കൂട്ടിമുട്ടുന്നതാണ് ഈ കോർണർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എ ഡിയും ആംഗിൾ സി ഡി എയും ഈക്വൽ ആയിരിക്കും അല്ലെ. നമുക്കറിയാം ആംഗിൾ ബി എ ഡി എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ആണ്, ഈക്വൽ ടു ആംഗിൾ സി ഡി എ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ആണ്. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് പ്രൂവ് ചെയ്യാൻ വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. ഇതുപോലെ തന്നെ ലോസ് ഓഫ് റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യാനും ചോദിക്കാം. സ്നെൽസ് ലോ പ്രൂവ് ചെയ്യാനും ചോദിക്കാം വേവ് തിയറി ഉപയോഗിച്ചിട്ട്. അത് 2 ഇമ്പോർട്ടൻ്റ് ആണ്. 2 പഠിച്ചോണം. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ നോക്കാം. സൗണ്ട് വേവ് ഡു നോട്ട് എക്സിബിറ്റ് ഡാഷ് ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ, റിഫ്ലക്ഷൻ അല്ലെ. സൗണ്ട് വേവ് ഉണ്ടാകാത്ത ഫിനോമിൻ ഏതാണ്? അതായത് സൗണ്ട് വേവ് ഒരു ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണ്. അതുകൊണ്ട് ഒരിക്കലും പോളറൈസേഷൻ അതിന് പറ്റത്തില്ല അല്ലെ. അപ്പൊ ആൻസർ എന്താണ്? പോളറൈസേഷൻ ഓപ്ഷൻ 3. പോളറൈസേഷൻ ആണ് ആൻസർ അല്ലെ. കാരണം ട്രാൻസ്വേഴ്സ് വേവിനെ മാത്രമേ പോളറൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ലോഞ്ചിറ്റ്യൂഡൽ വേവിനെ പോളറൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വേവ് ട്രാൻസ്വേഴ്സ് ആണെന്ന് തെളിയിക്കണമെങ്കിൽ അതിനെ പോളറൈസ് ചെയ്യാൻ പറ്റിയാൽ മതി. പോളറൈസ് ചെയ്യാൻ പറ്റിയാൽ അയാൾ ഉറപ്പായിട്ടും എന്തായിരിക്കും? ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും. പക്ഷെ സൗണ്ട് ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണ്, അതുകൊണ്ട് സൗണ്ടിനെ നമുക്ക് പോളറൈസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 8th ക്വസ്റ്റ്യൻ. When a light ray incident on a glass slab, reflected light is completely plane polarized. Then prove that reflected ray and refracted ray are perpendicular to each other. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഗ്ലാസ് സർഫസിൽ ഒരു ലൈറ്റ് റേ വന്നിടിച്ചു. അപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. അപ്പോൾ നമുക്കറിയാം ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ ആയിരിക്കും ആംഗിൾ ഓഫ് പോളറൈസേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് പോളറൈസേഷൻ ആയിരിക്കും. ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും അത് തന്നെയായിരിക്കും അല്ലെ. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റിഫ്ലക്റ്റഡ് ലൈറ്റും റിഫ്രാക്റ്റഡ് ലൈറ്റും പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതിന്റെ ഇടയ്ക്ക് 90 ഡിഗ്രി ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം ബ്രൂസ്റ്റേഴ്സ് ലോ അനുസരിച്ച് ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് പോളറൈസേഷൻ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെ. ഇതാണ് ബ്രൂസ്റ്റേഴ്സ് ലോ.
അപ്പോൾ ഇവിടുത്തെ ടാൻ ബി എടുത്താൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. ഇനി ടാൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ പി ബൈ കോസ് പി അല്ലെ സീക്വൽ ടു എൻ അല്ലെ. സൈൻ ബി ബൈ കോസ് പി സീക്വൽ ടു എൻ. അപ്പം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അല്ലേ ടാൻ തീറ്റ. അപ്പൊ നമുക്ക് സൈൻ പി ബൈ കോസ് പി സീക്വൽ ടു എൻ എന്ന് എഴുതും അല്ലെ. ഇനി നമുക്കറിയാം സ്നെൽസ് ലോ അനുസരിച്ച് സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു എൻ എന്നാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സൈൻ പി ബൈ കോസ് പിക്ക് പകരം സൈൻ 90 മൈനസ് തീറ്റ അല്ലേ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൈൻ 90 മൈനസ് പി എന്ന് എഴുതാം. കോസ് പിക്ക് പകരം സൈൻ 90 മൈനസ് പി ഈസ് ഈക്വൽ ടു എൻ എന്ന് എഴുതും അല്ലെ. അപ്പൊ നമ്മുടെ സ്നെൽസ് ലോ എന്താണ്? സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു എൻ എന്നാണ്. അപ്പൊ ഈ ഇക്വേഷൻ നോക്കുമ്പോൾ ഇതിന്റെ റൈറ്റ് സൈഡിൽ എൻ ആണ്, ഇതിന്റെ റൈറ്റ് സൈഡിൽ എൻ ആണ്. രണ്ടിന്റെ റൈറ്റ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സൈൻ ബി ആണ്, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സൈൻ ഐ ആണ്. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് പി ഐ. അപ്പൊ ഇവിടെ സൈൻ ആർ ആണ്, ആ സ്ഥാനത്ത് ഇവിടെ 90 മൈനസ് പി ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാം ആർ ഈസ് ഈക്വൽ ടു 90 മൈനസ് പി. ആർ എന്ന് പറഞ്ഞാൽ 90 മൈനസ് പി അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ മൈനസ് പി ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ പ്ലസ് പി ആവും. ആർ പ്ലസ് പി ഈസ് ഈക്വൽ ടു 90 അല്ലെ. അപ്പൊ എന്താണ് ആർ പ്ലസ് പി? ഇതാണ് ആർ, ഇതാണ് പി. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 90 കിട്ടുമെന്ന് അല്ലെ. നമുക്കറിയാം ഇവിടുത്തെ ഫുൾ ആംഗിൾ 180 അല്ലേ, ഇവിടുത്തെ ഫുൾ ആംഗിൾ 180 ആണ്. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടി 90 കിട്ടുമെങ്കിൽ ബാക്കി ഇതിനിടയ്ക്കുള്ള ആംഗിൾ എത്ര തന്നെയായിരിക്കും? 90 അല്ലെ. അപ്പം ആർ പ്ലസ് പി 90 ആയതുകൊണ്ട് നമുക്ക് പറയാം റിഫ്ലക്റ്റഡ് റേ ആൻഡ് റിഫ്രാക്റ്റഡ് റേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 കിട്ടുമെങ്കിൽ ഇതിനിടയ്ക്കുള്ള ആംഗിൾ ഉറപ്പായിട്ടും എത്രയായിരിക്കും? 90 ആയിരിക്കും. കാരണം മുഴുവൻ 180 ആണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം റിഫ്ലക്റ്റഡ് ലൈറ്റും റിഫ്രാക്റ്റഡ് ലൈറ്റും എന്താണ്? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ് അല്ലെ. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. അതുപോലെ ബ്രൂസ്റ്റേഴ്സ് ലോയുടെ ഡെറിവേഷൻ ചോദിക്കും. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡെറിവേഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്ത്. അപ്പം ബ്രൂസ്റ്റേഴ്സ് ലോയുടെ ഒക്കെ ഡെറിവേഷൻ നമുക്ക് മുമ്പിട്ട വീഡിയോകളിലുണ്ട് അല്ലെ. അപ്പോൾ അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ മറ്റൊരു ഡെറിവേഷൻ സാധാരണ ചോദിക്കാറുള്ളത് ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ലോസ് ഓഫ് റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യാൻ. അത് നമ്മൾ മുമ്പിട്ട വീഡിയോകളിലുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് റെഫർ ചെയ്യുക അല്ലേ. അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് സ്നെൽസ് ലോ പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ലോസ് ഓഫ് റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യുക. അതൊക്കെ നമുക്ക് എക്സാമിന് സാധാരണ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പോർഷൻസ് ഒക്കെയാണ് ഇതിന് മുമ്പുള്ള എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പം പോളറൈസേഷൻ ഒക്കെ നിങ്ങൾ കാര്യമായിട്ട് നോക്കുക, ബ്രൂസ്റ്റേഴ്സ് ലോ ഒക്കെ നോക്കുക, പിന്നെ സ്നെൽസ് ലോയും അതുപോലെ ലോസ് ഓഫ് റിഫ്ലക്ഷനും പ്രൂവ് ചെയ്യാൻ പഠിക്കുക ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട്. പിന്നെ ആ വേവ് ഫ്രണ്ട് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഒക്കെ വെക്കുക അല്ലേ. അതുപോലെ തന്നെ പ്ലെയിൻ വേവ് ഫ്രണ്ട്, മിറർ ലെൻസ്, പ്രിസം, ഇതിലൊക്കെ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കുക അല്ലേ. ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് പഠിക്കുക. അടുത്ത ചാപ്റ്റർ നമുക്കിനി ഡ്യുവൽ നേച്ചറാണ്. ഈ ഡ്യുവൽ നേച്ചറുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച പോർഷൻസ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.